ഹായ് ഗൈസ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇപ്പോൾ ഇവിടെ സമയം ജർമ്മനിയിൽ 12:51 ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തേ കിടന്നുറങ്ങാത്തതാണ്. വേറെ ഒന്നുമല്ല, എനിക്ക് നാളെ എക്സാമാണ്. നാളെ മീൻസ് എനിക്ക് ഇന്ന് എക്സാമാണ്. നാളെ എനിക്ക് എക്സാം ഉണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് പ്രാക്ടീഷൻ ഇംഗ്ലീഷ് ടൈലാണ്. എനിക്ക് ഏകദേശം 8 മണിക്ക് 8:30 കണ്ടാണ് എൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അരമണിക്കൂറേ ഉള്ളൂ. പ്രാക്ടീഷും ഇംഗ്ലീഷും ഒരുമിച്ചാണ്. സോ എൻ്റെ ഫ്രണ്ടിന് ഇന്നലെ ആയിരുന്നു എക്സാം. ലൈക്ക് പറയുമ്പോൾ ഇന്നലെ ആയിരുന്നു എക്സാം. അവൾക്ക് പാടായിരുന്നു. ടീച്ചേഴ്സ് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ച് സ്ട്രെസ്സാക്കി. അതുകൊണ്ട് അടിപൊളി നോട്ട് കിട്ടിയില്ല, ഫിയറാണ് കിട്ടിയെന്നാണ് പറഞ്ഞത്. സോ അവൾ ഇവിടുത്തെ കാര്യം കൂടെയാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് പേടിയാവുകയാണ് ഇപ്പോൾ. കാരണം നമ്മളെയും കൂടെ അങ്ങനെ സ്ട്രെസ്സാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നാമത് ജന്മം വരില്ല സ്ട്രെസ്സാണെങ്കിൽ. അപ്പോൾ അത് ഓർത്തിട്ട് എനിക്ക് ലോ ടെൻഷനാണ്. ഞാൻ അതുകൊണ്ട് ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ കോഫിയാണ്. കോഫി കുടിച്ച് എനിക്ക് ഉറക്കോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറിച്ച് തിരിച്ചൊക്കെ പഠിക്കണു. ഒന്നും മനസ്സിലാവുന്നില്ല. ടോട്ടലി ഞാൻ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്ത് എക്സാം ഇതിന് മാത്രം പഠിക്കാൻ? എൻ്റെ സ്പെഷ്യൽ പ്രൂഫിംഗ് ആണ്. സ്പെഷ്യൽ പ്രൂഫിംഗ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഇയറിലെ മെയിൻ എക്സാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അത് പാസ്സായാലും കുഴപ്പമില്ല, പാസ്സായാലും കുഴപ്പമില്ല. എൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട് മെസ്സേജ് ചെയ്യുന്നുണ്ടോ, ഞാൻ അവനിപ്പോൾ മെസ്സേജ് കൊണ്ടിരിക്കുന്നു. അവനും നാളെയാണ്, ഇന്നാണ് അവനും എക്സാം. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും ആദ്യമൊക്കെ ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഓൾറെഡി എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനൊക്കെ ഉണ്ടാവുകൊണ്ട് എനിക്കറിയില്ല എൻ്റെ ഫോണിൽ എന്തോരം സ്പേസിൻ്റെ കാര്യങ്ങളാണെന്നൊന്നും. അതൊന്നും ഇപ്പോൾ നോക്കണില്ല. ഇപ്പോൾ വീഡിയോ എടുത്ത് വയ്ക്കുകയാണ്. സ്പേസ് ഉള്ള പോലെ ഞാനിതെടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ എക്സാം കഴിഞ്ഞ് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഉള്ള തേമാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫ്യൂസിയോൺ, സ്റ്റോമ അല്ലാട്ടോ, സ്റ്റോമ പോയിട്ടുള്ള എക്സ്ചേഞ്ച് ചെയ്യാനുള്ളത് ഉറീൻ ഗിവനിങ് ബൈ ബേബീസ്. അത് ഞാൻ ഒന്ന് എല്ലാം ക്ലിയർ ചെയ്ത് തരാം. ഇൻഫ്യൂസിയോൺ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മറ്റേ ട്രിപ്പ് ഇടില്ലേ, അങ്ങനത്തെ സാധനം. അപ്പം നമ്മൾ അത് ഫോർബറൈറ്റും ഡോഷ്ഫ്യൂറിങ്ങും നഹ്ബറൈറ്റും ചെയ്യണം. അതായത് എന്തൊക്കെ മെറ്റീരിയൽസ് ആണോ വേണ്ടത് അത് നമ്മൾ എടുത്ത് വെക്കണം. അതിൻ്റെ കൂടെ ഹാൻഡ് ഡിസിൻഫിക്സേഷൻ ചെയ്യണം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. എറൈക്കൽ നമ്മൾ നോക്കണം. അതായത് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം നമ്മൾ നോക്കണം കംപ്ലീറ്റ്. അതിൻ്റെ ഇടയിൽ കൂടെ ടീച്ചർമാർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് പറഞ്ഞത്. ഇതിനെപ്പറ്റി ആകെ അരമണിക്കൂറല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പിന്നെ അതുപോലെ ഞാൻ എപ്പോഴും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കി ഞാൻ എന്താണ് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കണം. ആൻഡ് സ്റ്റോമ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റോമ ഉണ്ടല്ലോ, ലൈക്ക് നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് വയറ്റിലൂടെ ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതാണ് സ്റ്റോമ. എനിക്ക് അതിൻ്റെ കറക്റ്റ് മീനിങ് പേരോ കാര്യങ്ങളൊന്നും മലയാളത്തിൽ അറിയാൻ പാടില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ സ്റ്റോമ. പിന്നെ ഉറിൻ ഗിവനിങ് ബൈ ബേബീസ്, അതായത് യൂറിൻ കളക്ട് ചെയ്യും. കുഞ്ഞുങ്ങളുടെ യൂറിൻ കളക്ട് ചെയ്യില്ല, എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോയെന്നോ അല്ലെങ്കിൽ കിഡ്നിയുടെ ഫംഗ്ഷനൊക്കെ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി യൂറിൻ കളക്ട് ചെയ്യുന്ന രീതി. അതാണ് എനിക്ക് പേടി. എനിക്ക് അതും ഒഴിച്ച് ബാക്കി എന്ത് കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ്. കാരണം ഇത് ഞാൻ പഠിച്ചിട്ടില്ലെന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാൻ അറിയാം എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്. പക്ഷേ കുഞ്ഞുങ്ങളായതുകൊണ്ട് അവിടെ പിടിക്കാൻ പാടില്ല, ഇവിടെ പിടിച്ച് വെക്കാൻ പാടില്ല, ഇതൊക്കെ ഇഷ്യൂസാണ്. മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു ഇൻഫ്യൂസിയോൺ ലീഗം ചെയ്യുന്നതിന് ഒരു പേഷ്യൻറ്റിനെ നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റോമ ചെയ്യുന്നതിന് നമുക്ക് പേഷ്യൻ്റെ അടുത്ത് തിരിഞ്ഞു കിടക്കും മറിഞ്ഞു കിടക്കുന്നു പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കൊച്ചുങ്ങളുടെ കാല് ഞാൻ പഠിച്ചത് വെച്ചിട്ട് ഇപ്പം നമ്മുടെ വലത്തെ കൈ വെച്ച് കൊച്ചുങ്ങളുടെ ഇടത്തെ കാലിൻ്റെ ലൈക്ക് തൊടയിൽ പിടിച്ചിങ്ങനെ പൊക്കി വയ്ക്കുക. എന്നിട്ട് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും എന്നാണ്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ, അത് ഞാൻ ഇതുവരെ ഒരു യുബങ്ങൻ മര്യാദയ്ക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. സോ അതെനിക്ക് ടെൻഷനുണ്ട്. യൂറിൻ കളക്ട് ചെയ്യുന്ന കേസ് എങ്ങനെയാണ് വെക്കേണ്ട കാര്യങ്ങളൊക്കെ അറിയാം എങ്കിൽ പോലും ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയതിനൊക്കെ മാർക്ക് പോവും. പിന്നെ സുക്കുട്ടാന ഇഞ്ചക്ഷൻ, നമുക്ക് കൈയുടെ ഇവിടെയൊക്കെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്, അതെനിക്ക് വലിയ പേടിയില്ല. അതിപ്പം ഒത്തിരി എന്നെപ്പോലെ ഇപ്പം എനിക്കിവിടെ അത്യാവശ്യം ഫാറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് 90 ഡിഗ്രിയിൽ എനിക്ക് കുത്തിവയ്ക്കാം. ഫാറ്റ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് 45 ഡിഗ്രിയിൽ കുത്തിവയ്ക്കണം. പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ പേഗേ ഫെർമാൻ എന്ന് വെച്ചാൽ വയറ്റിലൂടെ നമുക്ക് ഫുഡ് കിട്ടില്ലേ, മകനിലേക്ക് ഡയറക്റ്റ് ഫുഡ് കൊടുക്കുന്നത്. അതും എനിക്ക് വലിയ പേടിയില്ല, അതും എനിക്ക് ഓക്കെയാണ്. കാരണം അതിനെപ്പറ്റി കുറേ ഡീറ്റെയിൽസ് ആയിട്ട് എനിക്ക് അറിയാം, സംസാരിക്കാനറിയാം. പിന്നെ ബ്ലൂട്രോക്ക് അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഫെസ്റ്റാണ്. അതെന്ത് ചെയ്താൽ ഉറപ്പായിട്ടും വരുന്ന കേസാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ച് വരച്ചിരിക്കുകയാണ്. ഇനി എനിക്ക് ആകെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പഠിക്കാൻ. ആ മണിക്കൂറുകളിലിരുന്ന് ഞാൻ തകതിയായിട്ട് പഠിക്കണം. ശരിക്കും ടെൻഷനാണ്. പഠിച്ചോന്ന് ചോദിച്ചാൽ എനിക്കെല്ലാം അറിയാം. ലൈക്ക് ഞാൻ ഒത്തിരി ഇതായിട്ട് പഠിച്ചിട്ടുമില്ല. ഞാൻ ഇന്നാണ് മര്യാദയ്ക്കിരുന്ന് നോക്കുന്നത്. അതിൻ്റെ ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ബോറായിട്ട് തോന്നും, നിങ്ങൾ ഇഗ്നോർ ചെയ്ത് വിട്ടേക്കാം. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണിത്. പിന്നെ ഒരു ദിവസം എനിക്കിതിനത് കാണാൻ എൻ്റെ അക്ഷലോസ് പ്രൂഫിങ്ങിൻ്റെ ടൈമിൽ. ഓക്കെ, എനിവേ ഞാൻ ബാക്കിയിരുന്ന് കണ്ടിന്യൂ ചെയ്ത് പഠിക്കട്ടെ. അല്ലെങ്കിൽ ഒന്നുകൂടെ എല്ലാം ഒന്ന് നോക്കി ഒന്ന് ഇതാക്കട്ടെ. ഞാൻ നോക്കട്ടെ. ഇപ്പം ഞാനൊരു ഇത് ലീഗം ആൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഒരു ബ്ലൂട്രോക്ക് മെസ്സേജ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. എനിക്കിതൊക്കെ ഉണ്ട് കേട്ടോ. ബ്ലൂട്രോക്ക് മെസ്സേജ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം ഞാനതെങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളെന്നെല്ലാം കാണിച്ചു തരാം. സോ
ഇപ്പം ഞാൻ അയ്യോ എനിക്ക് ടെൻഷനാവും, ജർമ്മനൊന്നും വരുന്നില്ല. So, als habe ich schon vorbereitet und bei Mannschaft liegen, wir müssen 2 bis 3 Zentimeter Höhe von Ellenbogen liegen lassen. Also, ja, so. Und die Manschette muss nicht so eng sein, sondern die beiden Hände muss hier reingehen. So muss man lassen. ഇതൊക്കെ എന്താ ചെറുതാണ് പറയുന്നത്, എനിക്കെന്താ രാമല്ല. ആൻഡ് പിന്നെ പുൾസ് നമ്മൾ മെസ്സേജ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഔഫ്പുമ്പൻ ചെയ്യുക, പുൾസ് വെക്കാവുന്നത് വരെ ഔഫ്പുമ്പൻ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂടെ പ്ലസ് ഒരു 30 ഹാഗിയും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഔസ്ലാസൻ ചെയ്യാൻ. ഔസ്ലാസൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് കേൾക്കുന്ന വേർട്ട് സിസ്റ്റോളിഷ്യം, അതുപോലെ ലാസ്റ്റ് കേൾക്കുന്ന വേർട്ട് ഡിയസ്റ്റോളിഷ്യമാണ്. ഇൻ കേസ് ബ്ലൂഡ്രൂക്ക് ഹോഹ് ആണെങ്കിൽ നമ്മൾ ആ പച്ചിൻ്റെ ബെറൂഹികൻ ലാസൻ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ആസ്റ്റിനെ ഇൻഫോമിയറൻ ചെയ്യുക. പിന്നെ ഒന്നുകൂടെ നഹ്മസൻ ചെയ്യുക. അതുപോലെ തന്നെ ആളുടെ ആത്തം ഫ്രീക്വൻസും കാര്യങ്ങളെല്ലാം കറക്റ്റല്ലേ നോക്കുക, സവർസ്റ്റോഫും കാര്യങ്ങളെല്ലാം കറക്റ്റല്ലേ നോക്കുക. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇൻ കേസ് നീഡ്രി കാണുന്നുണ്ടെങ്കിൽ വെള്ളം കൊടുക്കുക. നീഡ്രി കാണുന്നുണ്ടെങ്കിൽ വെള്ളം കൊടുക്കുക, ഡോക്ടറിനെ ഇൻഫോം ചെയ്യുക. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റേഷൻ എല്ലാ കാര്യത്തിലും ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഓ മൈ ഗോഡ്, എനിക്ക് പേടിയാവും. ഇവരെന്താ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമുക്കറിയത്തില്ല. അത് മാത്രമേ ഉള്ളൂ. ഡൂഷ് ഫ്യൂറും ഒരു പ്രശ്നമില്ല, ഇതൊക്കെ ചെയ്യാമെന്ന് എനിക്കറിയാം. പക്ഷേ എന്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇവരുടെ ഭാഗത്തുനിന്ന് വരാമെന്നറിയില്ലല്ലോ. അതിന് മാർക്കുണ്ട്. എനിക്ക് അവർക്ക് 4 കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ടെൻഷൻ. നോക്കാം. അപ്പം ഞാൻ എന്താണെങ്കിലും ബാക്കിയിരുന്ന് പഠിക്കട്ടെ, എനിക്ക് ആദ്യം കയറുന്നു. ഓക്കെ, ശരി. ഞാൻ നാളെ ഇനി എക്സാമിന് പോകുമ്പോഴും എക്സാം കഴിഞ്ഞിട്ടായിരിക്കും ഇനി വീഡിയോ എടുക്കുള്ളൂ കേട്ടോ. ശരി, ബൈ. സോ അങ്ങനെ ഞാൻ ഇത് റെഡി ആയിട്ടുണ്ട്. രാവിലെ 6 മണിയായിട്ടുണ്ട് കറക്റ്റ് ടൈം. ഞാൻ ആകെ കിടന്ന് ഉറങ്ങിയത് 2.5 മണിക്കൂറാണ്. കറക്റ്റ് ഞാൻ 2 മണിയായപ്പോൾ കിടന്നു. 4:45 ആയപ്പോഴത്തേക്കും എന്നെ എണീറ്റു. ഓ മൈ ഗോഡ്. ഇപ്പം എനിക്ക് ശരിക്കും ഒരു ഭയങ്കര തണുപ്പ് രാവിലെ എണീറ്റപ്പോഴത്തേക്കും. ഒരിക്കലും ഇല്ലാത്ത തണുപ്പാണ്. ഞാൻ ഫുൾ കൈ എടുത്തിട്ട്, കാരണം ഫുൾ കൈ ഇട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. വർക്ക് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് പൊക്കി കയറ്റി വെക്കണം. അപ്പോൾ എനിക്ക് പേടി ഇതെല്ലാം താന്ന് വന്നിട്ടുണ്ട്. പിന്നെ അത് മതി, അതിന് തന്നെ മാർക്ക് കുറച്ചാലും നമുക്ക് അങ്ങനെ ടെൻഷൻ. അവിടെ തണുത്തിട്ട് ചൂട് കൊടുക്കുന്നുണ്ട്, തണുക്കുന്നുണ്ട്, വിറയ്ക്കുന്നുണ്ട്. അമ്മ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ശരിക്കും എനിക്ക് ഇത്രയും പേടി ഉണ്ടായിരുന്നില്ല പ്രാക്ടീസ് സ്റ്റൈലിന്. പക്ഷേ അവൾക്ക് 4 കിട്ടിയെന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയത്. അപ്പോൾ പിന്നെ എന്തോരമായിരിക്കും, കാരണം അവളുടെ സെയിം ടീച്ചറാണ് എനിക്കും. ഇഷ്ടംപോലെ ക്വസ്റ്റ്യനും ചോദിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് എങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഫെയിലാവാണ്ടിരുന്നാൽ മതിയായിരുന്നു. 4 കിട്ടിയാലും കുഴപ്പമില്ല, ഫെയിലാവാണ്ടിരുന്നാൽ മതിയായിരുന്നു. അതാണ് പേടി. അതിന് നാളെ എനിക്ക് ഷെഫ്ലിഷട്ടായില്ല. അത് പിന്നെ ഇന്നിന് പഠിക്കണം. അതുകൊണ്ട് കണ്ണൊക്കെ ഒരുമാതിരി ഇരിക്കണം ഉറങ്ങാനിട്ട്. അതുകൊണ്ട് കണ്ണും മേളിലൊക്കെ എഴുതിയിട്ടാണ് പോകുന്നത്. ഇപ്പം ഓക്കെ, കമ്മലിട്ടിട്ടില്ല, അതുപോലെ വാച്ചോ വളയോ കാര്യങ്ങളൊന്നുമില്ല, മോതിരമില്ല, അതൊന്നും ഇടരുത് കേട്ടോ. പിന്നെ മൂക്കുത്തി അകത്തേക്ക് കയറ്റി വെച്ചു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈജീനായിട്ട് നമ്മൾ വർക്കൊക്കെ ചെയ്യണ്ടേ. പിന്നെ മാലയില്ല. അപ്പം ഞാൻ രാവിലെ ഒരു മിനറൽ വെള്ളം കുടിക്കട്ടെ. അതും കുടിച്ച് ഒന്നോടെ ഒന്നെല്ലാം ഒന്ന് നോക്കി പറക്കി വെക്കട്ടെ, എന്നിട്ട് പോവാം. ഞാൻ ഇച്ചിരി നേരത്തെ അവിടെ എത്തും. അതുകൊണ്ട് പേപ്പറും എല്ലാം ആയിട്ടാണ് ഞാൻ പോകുന്നത്. അവിടെ പോയി 1 മണിക്കൂർ എനിക്ക് പഠിക്കാൻ സമയമുണ്ട്. കാരണം എനിക്ക് വണ്ടി ഇവിടെ നിന്ന് കറക്റ്റിന് ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും പോയി എല്ലാം ഒന്ന് സെറ്റാക്കി തന്നെ പോകണം. എനിക്ക് കംപ്ലീറ്റ് വീഡിയോ കാണണം, ഒന്നുകൂടെ എല്ലാം ആദ്യം മുതലെടുത്ത് കാണണം. എനിക്ക് ആ ബേബീസിൻ്റെ ഉറീൻ്റേത് മാത്രം കിട്ടാണ്ടെന്ന് അതായിരുന്നു. ഓക്കെ, എന്ത് കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ്. ഏറ്റവും ഹാപ്പി ഞാൻ ഇൻഫ്യൂഷൻ ചെയ്യാൻ വേണ്ടി കിട്ടിയ ആണ്. അപ്പം അങ്ങനെ ഇൻഫ്യൂസിയം കിട്ടണ ഞാൻ പറയാം. നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ടൈമിൽ എനിക്ക് എന്തായിരിക്കും കിട്ടാൻ ഇതെന്നുള്ളത്, ഈ കൊടുത്തിരിക്കുന്ന ടോപ്പിക്സിൽ നിന്ന് എനിക്ക് ഏതായിരിക്കും കിട്ടാനുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. നമുക്കറിയാലോ. ഉള്ളിലെത്തി 3-4 പ്രാവശ്യം മൂത്രം ഒഴിച്ചിട്ട് വന്നിരിക്കുന്ന ഇരിപ്പാട്ടോ. ടെൻഷൻ അടിച്ച് അമ്മാരി പണ്ടാരം അടങ്ങിയിരിക്കുകയാണ് ഞാൻ. സോ ഗൈസ്, അങ്ങനെ എൻ്റെ പ്രാക്ടീസും ഇംഗ്ലീഷും കഴിഞ്ഞു. ആൻഡ് എനിക്ക് നാളെ ഷ്രിഫ്റ്റ്ലിഷ് ടൈലാണ്. അപ്പോൾ അതിനും നമ്മൾ ഇന്നലെ ഇരുന്നതുപോലെ ഇരിക്കാൻ വേണ്ടി പോവാണ്. ആൻഡ് പ്രാക്ടീസും ഇംഗ്ലീഷിൻ്റെ മാർക്കും കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാം. അത് നാളെ ആയിരിക്കും ഞാൻ ഷെയർ ചെയ്യുള്ളൂ. ആൻഡ് നിങ്ങളെല്ലാവരും ഗെസ് ചെയ്യുക എനിക്ക് എത്ര മാർക്ക് ഉണ്ടാവും ഏകദേശം എന്നുള്ളത്. ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്തായിരുന്നു. അതൊന്നും ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞു എന്നുള്ളത്. ഇല്ലെങ്കിൽ ഞാൻ എന്താണെങ്കിലും നാളെ അത് ഞാൻ ഷെയർ ചെയ്യും കേട്ടോ. മാനിഫെസ്റ്റേഷൻ ചെയ്തത് എങ്ങനെയായിരുന്നു, എനിക്കത് വർക്കൗട്ട് ആയോ, ഏതാണ് നമുക്ക് നാളെ ഞാനത് പറയാം. എനിവേ, ഞാൻ എന്തായാലും ഇപ്പോൾ ഷ്രിഫ്റ്റ്ലിഷ് ടൈലിന് വേണ്ടിയിരുന്ന് പഠിക്കട്ടെ. ഒന്നും ഒത്തിരി ഒന്നും കാണിക്കുന്നില്ല, കുറച്ച് കാണിക്കുന്നുള്ളൂ.
ഒരു കോഫിയും ഒക്കെ ആയിട്ട് ഇന്നലത്തെ പോലെ തന്നെ ഞാൻ വന്നിരിക്കുന്നുണ്ട്. ഇന്നത്തെ സെയിം ഡ്രസ്സ് പോലും മാറിയിട്ടില്ല. കുറേ പാത്രങ്ങൾ ഇവിടെ കഴുകാൻ കിടക്കുന്നുണ്ട്. നാളെ ഇതെല്ലാം ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് വേണം എനിക്കിരുന്ന് പാത്രം കഴുകി കംപ്ലീറ്റ് ചെയ്ത് വീടെല്ലാം ഒന്ന് ഇതാക്കാൻ. കാരണം കുറേ നാളായിട്ട് ഇതിൻ്റെ പുറകെ തന്നെയാണ്. ഷുഫ്ലിഷ പ്രൂഫിങ്ങിൻ്റെ മാത്രമല്ല, ഞാൻ അതിന് മാത്രം വലിയതായിട്ടൊന്നും പഠിച്ചിട്ടില്ല. കാരണം ഇന്നലെ ഇരുന്നിട്ടാണ് മര്യാദയ്ക്ക് പ്രാക്ടീഷൻ ഇംഗ്ലീഷിൻ്റെ ടൈലിന് ഞാൻ ഇന്നലെ രാത്രി മിനിഞ്ഞാന്ന് രാത്രിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വിച്ച് മീൻസ് എനിക്ക് ഇന്നായിരുന്നു എക്സാം എന്നുണ്ടെങ്കിൽ ഇന്നലെ രാത്രിയായിരുന്നു ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നലെ രാത്രി 9:30 തുടങ്ങി. ഇന്ന് രാവിലെ ഒരു 2 മണി 2:30 വരെ ഇരുന്ന് ഞാൻ പഠിച്ചു. എന്നിട്ട് ഞാൻ 2.5 മണിക്കൂർ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തത്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു മാർക്കാണ് എനിക്കുള്ളൂ. അതിൽ കൂടുതൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടുമില്ല. അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെന്ന് പറഞ്ഞ പോലെ ഷുഫ്ലിഷയ്ക്കാണെങ്കിൽ ഞാൻ ഓൾറെഡി 2 ക്രങ്ക് ഹൈറ്റൻ പഠിച്ചു വെച്ചിട്ടേ ഉള്ളൂ. വേറെ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും നടന്നില്ല. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു. പ്ലാൻ ഇട്ടത് മാത്രം വെറുതെ, വേറെ കുറേ പരിപാടികളും കാര്യങ്ങളും ഒന്നും നടന്നില്ല. അതുകൊണ്ട് ഷുഫ്ലിഷ വലിയ ഇതൊന്നും ഇല്ല, കിട്ടാനുള്ള മാർക്ക് കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് രാത്രി കംപ്ലീറ്റ് ഇന്നലെ ഇരുന്ന് പഠിച്ച പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. 10 മണിക്ക് തുടങ്ങി 2 മണി വരെ ഇരുന്ന് പഠിക്കും. തുറന്ന് ബ്രേക്കൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇൻസ്റ്റഗ്രാം വാട്സപ്പ് കയറിയതല്ലാണ്ട് കൂട്ടുകാർക്ക് മെസ്സേജ് അയക്കാൻ, അതല്ലാണ്ട് ഞാൻ വേറെ ബ്രേക്കോ കാര്യങ്ങളൊന്നും എടുത്തില്ല. അപ്പം അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. കാരണം ഇത് പഠിച്ചില്ലെങ്കിൽ ഇനി എൻ്റെ ഇത് പോകും. അതുകൊണ്ട് ടൈമൊന്നും നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് പഠിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ആൻഡ് നിങ്ങൾക്കുള്ള കുറച്ച് വേറെ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ഞാൻ നാളെ എൻ്റെ ഷുഫ്ലിഷയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. എനിക്കതൊക്കെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. എന്നിട്ട് ഞാൻ പറയാം ഇങ്ങനെ പഠിച്ചാൽ മതിയോ, അത് ഒത്തിരി പഠിക്കണോ, എങ്ങനെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ദിവസം എനിക്ക് ആരോ വാട്സപ്പിൽ മെസ്സേജ് എങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാരണം സാധാ ക്ലൗസൂർ പോലെയല്ല ഈ വിഷൻ പ്രൂഫിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു പ്രൂഫിങ്ങിൻ്റെ ഏകദേശം ഒരു രീതിയിലേക്ക് അടുക്കാണ് എക്സാംസും കാര്യങ്ങളൊക്കെ. അതിന് എനിക്ക് 1 ഇയർ കഴിഞ്ഞാൽ മെയിൻ എക്സാമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രഷറും നമ്മുടെ സ്കൂളിൽ നിന്നുണ്ടാവും. അവർ ആ രീതിയിലായിരിക്കും നമ്മൾ കാണുള്ളൂ, ആ രീതിയിലായിരിക്കും മാർക്ക് തരുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള മാർക്കേ പ്രതീക്ഷിക്കാവുള്ളൂ. അതനുസരിച്ചിട്ടുള്ള മാർക്ക് എനിക്ക് കിട്ടുകയും ചെയ്തുള്ളൂ കേട്ടോ. പ്രാക്ടീഷൻ ഇംഗ്ലീഷ് ടൈമിൽ അത് ഞാൻ നാളെ ഷെയർ ചെയ്യാം. അപ്പം എല്ലാവരും ഗസ് ചെയ്യാം എനിക്ക് എത്ര ഉണ്ടാവും മാർക്ക് എന്നുള്ളത്. അപ്പം എനിവേ ഞാനിതൊന്ന് തുറന്ന് പഠിക്കട്ടെ, സമയം കളയുന്നില്ല. സോ ഗായ്സ്, അങ്ങനെ എൻ്റെ എക്സാം കഴിഞ്ഞു. ഞാൻ കാര്യം പറഞ്ഞാൽ എൻ്റെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ ആലോചിച്ചാണ്. പക്ഷേ മഴയായിരുന്നു, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം എടുത്തില്ല. ആൻഡ് വീട്ടിലൊക്കെ വിളിച്ച് പറയണമല്ലോ, എക്സാം കഴിഞ്ഞല്ലേ, അതിൻ്റേതായിട്ടുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഉറക്കമൊക്കെ കഴിഞ്ഞൊന്ന് സുഖമായിട്ട് എണീറ്റ് വന്നിരിക്കുന്നുള്ളൂ. വൈകുന്നേരം ആയിട്ടോ 5 മണിയായി. അപ്പോൾ നമുക്ക് വന്ന് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഷുഫ്ലിഷ ആൻഡ് മ്യൂൺലിഷ തൈലിൻ പ്രാക്ടീസ് ആൻഡ് മ്യൂൺലിഷ തൈലിൻ തുടങ്ങാം. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ്. ഞാൻ ഓൾറെഡി അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ മാനിഫെസ്റ്റേഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് ഞാൻ ആദ്യം ഷെയർ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വീഡിയോയിനകത്ത് തന്നെ പറയുന്നുണ്ട് എനിക്ക് ഇൻഫോസിൻ ഫോർവേഡ് കിട്ടണേ എന്ന് പറഞ്ഞാൽ ഞങ്ങളത് കേൾപ്പിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വീഡിയോ, അതുകൊണ്ടാട്ടോ കറക്റ്റ് ഞാൻ ഓർക്കുന്നത്. ആൻഡ് അതിന് തലേ ദിവസം ഞാൻ എൻ്റെ അടുത്ത് തന്നെ സെൽഫായിട്ട് വിഷ്വലൈസ് ഞാൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനോ വിഷ്വലൈസേഷനോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി ഇരിക്കുന്നതും നമുക്ക് കാർഡ് തന്നിട്ടുണ്ടാവും, 5 കാർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കാർഡ് വലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്താണോ തേമ തരുന്നത് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ബ്ലൂ ഡ്രൂക്ക് ഓഫ് കോഴ്സ് ബെസ്റ്റാണ്, നമ്മൾ എന്താണെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അതല്ലാണ്ട് ബാക്കിയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാനതിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഇൻഫ്യൂസിയൻസ് ഫെബ്രൈറ്റും എനിക്ക് കിട്ടുന്നതും ഞാനത് ചെയ്യുന്നതും എനിക്ക് ടീച്ചർ നല്ലൊരു നോട്ട്, അതായത് 1,5 മുതലുള്ള ഒരു നോട്ട് തരുന്നതായിരുന്നു ഞാൻ കണ്ടത്. വിച്ച് മീൻസ് 1 അല്ല 2 ആണ്. 1,4 എന്ന് പറയുമ്പോൾ അവിടെ വരെയാണ് 1, അത് കഴിഞ്ഞിട്ട് വരുന്നത് 2 ആയിരിക്കും. സോ അതായിരുന്നു ഞാൻ മാനിഫെസ്റ്റേഷൻ ആൻഡ് വിഷ്വലൈസേഷൻ ചെയ്തത്. എൻ്റെ സംഭവിച്ച കേസസ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം എൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളും എങ്ങനെയായിരുന്നു എന്നൊക്കെ നിങ്ങൾ അറിയണം. അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും എനിക്ക് പിന്നെയും അറിയണം. ഓക്കെ, ഞാൻ അവിടെ പോയിരുന്നു. ഞാനായിരുന്നു ഫസ്റ്റ് വന്നത്. ടീച്ചറിനെ കണ്ടു. ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്തിനാ ഇത്ര നേരത്തെ വന്നിരിക്കുന്നത്, നിനക്ക് വേണമെങ്കിൽ ഞാൻ റൂം തുറന്നു തരാം, ക്ലാസ്സിനകത്ത് കയറിയിരുന്നു, അവിടെ ബഹളമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്നു. ഒരു 5-6 പ്രാവശ്യം ഞാൻ ടോയ്ലറ്റിൽ പോയി. എനിക്ക് ടെൻഷനായിട്ട്, കാരണം വിഷൻ പ്രൂഫിംഗ് എന്ന് പറയുമ്പോൾ അത് അത്യാവശ്യം കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഒത്തിരി ഇമ്പോർട്ടൻസ് ഇല്ലെന്നുണ്ടെങ്കിലും. ആൻഡ് പിന്നെ എനിക്ക് പേഴ്സണലി വേറെ കുറച്ച് ഇഷ്യൂ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇത് പാസ്സാവണമെന്ന് എനിക്ക് അത്ര വാശിയും കൂടെ ഉണ്ടായിരുന്നു. അത് വേറൊരു കാര്യം, അത് ഞാൻ പിന്നെ ഷെയർ ചെയ്യാം, പിന്നെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറേ മൂത്രമൊഴിക്കാൻ പോയി. എനിക്ക് വയറുവേദന എടുക്കാൻ തുടങ്ങി. അയ്യോ ടോയ്ലറ്റിൽ പോകണോ, ഇനി അതിൻ്റെ ഇടയ്ക്ക് ടോയ്ലറ്റിൽ പോകേണ്ടി വരുമോ എന്നുള്ളൊരു സിറ്റുവേഷൻ. കാരണം അത്രയും ടെൻഷനായിട്ട്. അപ്പോഴത്തേക്കും വേറൊരു ഫ്രണ്ട് വന്നു. എൻ്റെ തൊട്ട് മുമ്പ് ഒരു ഫ്രണ്ടായിരുന്നു പോകേണ്ടത്, ഞാൻ സെക്കൻഡ് പേഴ്സൺ ആയിരുന്നു പോകാനായിട്ട്. അപ്പോൾ ആളും എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ആൻഡ് അതിന് മുന്നേ പോയ പിള്ളേരുടെ മാർക്കൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ചെറുക്കനൊക്കെ വലിയതായിട്ട് പഠിക്കുന്നില്ലാത്ത ചെറുക്കനൊക്കെ ദ്രൈ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനം. അപ്പോൾ ഞാൻ പറഞ്ഞു രക്ഷപ്പെട്ടു, എന്നാൽ എനിക്കും കുഴപ്പമില്ല, എനിക്കൊരു ദ്രൈയും ഫിയർക്ക് കിട്ടി പാസ്സാവും എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവളെ വിളിച്ചു.
പുള്ളിക്കാരനെ വിളിച്ചു. പുള്ളിക്കാരിക്കാണെങ്കിൽ എത്രയോ കൊല്ലത്തെ 10-12 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എന്നിട്ട് പുള്ളിക്കാരി പോയിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ വെയിറ്റ് ചെയ്യാണ്, അവളുടെ നോട്ട് കിട്ടാൻ വേണ്ടി അവൾ വെയിറ്റ് ചെയ്യുക വെളിയിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഫർക്കാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പോയി പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്ന് പോയി തോക്കും എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി നല്ല നോട്ട് കിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. പോയിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ലൈക്ക് നോട്ട് കിട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോൾ ചോദിച്ചു എന്തായിരുന്നു നോട്ട് എന്നുള്ള രീതിയാണ് ചോദിച്ചു. നമുക്കൊരു ആകാംക്ഷ ഉണ്ടല്ലോ, അവർക്കെങ്ങനെ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ വന്ന് ഓക്കെ ഇതാവുന്ന നോക്കുന്നത്. എന്നേരം പുള്ളിക്കാരി പറഞ്ഞു ഞാൻ തോറ്റു, എനിക്ക് ഫിൻഫാണ് കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ സീരിയസ്ലി ഞാൻ കയറി പോകാൻ വേണ്ടി നിൽക്കുക. അപ്പം എൻ്റെ അടുത്ത് ഫിൻഫാണത്. ഞാൻ പേടിച്ചു വരച്ചില്ല. കാരണം അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഫിൻഫ് കിട്ടിയെന്നുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എനിക്ക് ഊഹിക്കാവുന്നുള്ളൂ. ഇപ്പം നിങ്ങൾക്കത് ഊഹിക്കാവുന്നുള്ളൂ. ആൻഡ് ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ കയറി ടീച്ചർമാർ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടീച്ചർമാരായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ടീച്ചേഴ്സായിരുന്നു. പോയി എൻ്റെ അടുത്ത് പറഞ്ഞു ഇത്ര ഉള്ള കാര്യങ്ങൾ നീ ഫസ്റ്റ് ബി പി ചെക്ക് ചെയ്യണം. ബി പി ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നീ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ വന്നിരുന്ന ഏതെങ്കിലും കാർഡ് വലിക്കും. ആ കാർഡിൽ എന്താണ് വരുന്നത് നമ്മൾ അവിടെ പോയി ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ, ഞങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചോളാം, സിമ്പിളാന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ബി പി ചെക്ക് ചെയ്യാൻ പോയി. ബി പി ചെക്ക് ചെയ്യാൻ പോയപ്പോഴേക്കും ഞാൻ അയ്യോ ഇരിക്കാൻ പറ്റേ, എനിക്ക് എൻ്റെ ഹാൻഡ് ഡിസിൻഫിക്സേഷൻ ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ വെരി ഗുഡ്, നീ അത് മേർക്കൻ ചെയ്തു, നീ അത് ഡിസിൻഫിക്സേഷൻ ഒന്നും ചെയ്യണ്ട, നീ അവിടെ പോയി ഇരുന്നു, നീ അത് ആലോചിച്ച് തന്നെ വലിയ കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി ഇരുന്നു. എന്നിട്ട് ഞാൻ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എങ്ങനെയാണ് ബി പി ചെക്ക് ചെയ്യേണ്ടത്. ആൻഡ് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സിസ്റ്റോൾ ഇതാണ് ഡിസ്റ്റോൾ ഇതാണെന്ന് പറഞ്ഞു. കറക്റ്റ് വാറ്റ് എനിക്ക് കിട്ടി, തെറ്റിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് കറക്റ്റ് വാറ്റ് കിട്ടി, അതന്നെ വലിയ ഭാഗ്യം. അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചില്ല. ഞാനൊരു കാർഡ് വലിച്ചെടുത്തു ഇൻഫ്യൂസിയൻ ഞാൻ എന്നുള്ള രീതിയിൽ ഞാൻ കാണിച്ചു. അപ്പോൾ ടീച്ചറിനൊക്കെ നോക്കാം ഇഷ്ടപ്പെട്ടോ ഇൻഫ്യൂസിയൻ കിട്ടിയെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇൻഫ്യൂസിയൻ ഞാൻ ഇവിടെ നിന്ന് എന്താണ് വിചാരിച്ചേ അത് തന്നെ എനിക്ക് കിട്ടി. അത് തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. അവിടെ നിന്ന് പിടിച്ച് കയറി എന്ന് വേണമെങ്കിൽ പറയാം. ഇൻഫ്യൂസിയൻസ് ഫെബ്രൈറ്റും ചെയ്യാൻ തുടങ്ങി. അവിടെ എനിക്ക് കുറച്ച് പാളി, കാരണം നമ്മൾ സാധാ ക്രങ്ങൻ ഹൗസിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ അവിടെ കണ്ടു. അപ്പോൾ അത് ഞാൻ എടുത്ത് യൂസ് ചെയ്തു. കുറച്ചൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, ലൈക്ക് ഹാൻഡ് ഡിസിൻഫിക്സിയോൻ്റെ ആ സാധനങ്ങൾ മാത്രം. അപ്പോൾ പിന്നെ അതുപോലെ അബ്വിഫ് ബെഹൽറ്റർ ഞാൻ മറന്നു എടുക്കാനായിട്ട് ആ തിരക്കിൻ്റെ ഇടയ്ക്ക്. എൻ്റെ 2-3 മൈന്യൂട്ട് മിസ്റ്റേക്സ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആൻഡ് എനിക്ക് പറ്റുന്നത് പോലെ കംപ്ലീറ്റ് ഞാൻ ഫാഹ്ലിഷിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. ഈ ലൊട്ടിലൊടുക്ക് ഭാഷ സംസാരിക്കാണ്ട് അത്യാവശ്യം നല്ല പ്രൊഫഷണലിസം വെച്ച് തന്നെ സംസാരിച്ചു. ആൻഡ് ടീച്ചർ എൻ്റെ അടുത്ത് ആകെ 2 ക്വസ്റ്റ്യനേ ചോദിച്ചുള്ളൂ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം. എന്തുകൊണ്ടാണ് ഞാൻ ഫ്ലഷ് ആൻഡ് ഡിസിൻഫിക്ഷൻ ചെയ്തത്, നമ്മൾ ഈ സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലം നമ്മൾ ഡിസിൻഫിക്സേഷൻ ചെയ്യണം, അത് എന്തുകൊണ്ട് ഞാൻ ചെയ്തു, കാരണം നിനക്ക് മുന്നേ വന്ന ആ കൊച്ചും ഈ സെയിം ടോപ്പിക്കായിരുന്നു കിട്ടിയത്, അവൾ ചെയ്തിട്ടല്ലേ പോയേ, പിന്നെ ഞാൻ എന്തിനാ ചെയ്തതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതേപോലെ ഞാൻ കണ്ടില്ലല്ലോ, ആൾ ചെയ്തത് ഞാൻ കണ്ടില്ല, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ചെയ്തു, ചെയ്യണമല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. വെരി ഗുഡ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സിറിഞ്ച് വലിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് അല്ല സിറിഞ്ച് കളയാനുള്ള സാധനം ഞാൻ എടുത്തിട്ടില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അത് ഞാൻ എടുത്തില്ല, അത് ഞാൻ എടുത്തോട്ടേന്ന് ചോദിച്ചാൽ സിറിഞ്ച് ഒരു 3-4 സെക്കൻഡ് ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ തന്നെ വെച്ചു. അപ്പോൾ ആൾക്കാർ ചോദിച്ചു അങ്ങനെ വെച്ചാലുള്ള കോംപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 1 അതെൻ്റെ കൈ കുത്തിക്കയറാനുള്ള ചാൻസസ് കൂടുതലാണ്. 2 വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ തിരികെ പറയുകയൊക്കെ ചെയ്താൽ മേ ബി കുത്തിക്കയറാം. 2 വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ സ്റ്റെറിയിലല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതിനും മാർക്ക് ഉണ്ടായിരുന്നു. ഇത്ര ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു വെളിയിൽ പൊക്കോ, ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ വെളിയിൽ പോയി ഒരു 10 സെക്കൻഡ് അതിൽ കൂടുതൽ എടുത്തില്ല. മറ്റേ കൊച്ചിന് ഒരു മിനിറ്റിൻ്റെ അകത്ത് ആ കൊച്ച് വെളിയിൽ നിന്നു. എനിക്ക് 10 സെക്കൻഡ് എടുത്തില്ല, എന്നെ വിളിച്ചു വന്നു. ഞാൻ കയറി പോയി. അപ്പോൾ ഞാൻ എൻ്റെ തോട്ടം എന്താ ഇത്രയും വേഗം അവർ തീരുമാനിച്ചു എന്നുള്ളൊരവസ്ഥയിൽ പോയപ്പോഴത്തേക്കും എനിക്കൊരു സ്വൈ കിട്ടി. നല്ലൊരു സ്വൈ ആണെന്ന് പറഞ്ഞു. ആൻഡ് അവരും ഹാപ്പി, ഞാനും ഹാപ്പി. യെസ്. അപ്പോൾ അങ്ങനെ എനിക്ക് മ്യൂൺക്ലിഷ് പ്രാക്ടീസ് ആയിരുന്നു. എനിക്ക് സ്വൈ ആണ് കിട്ടിയത്. സ്വൈ എന്ന് വെച്ചാൽ ഗുഡ്, നല്ല നോട്ടാണ്. ഞാൻ ഹാപ്പിയാണ്. ഓക്കെ. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രതീക്ഷ സാധനം തന്നെ കിട്ടിയല്ലോ, അത്രേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഷ്രിഫ്ലിഷ ടൈലാണല്ലോ. ഷ്രിഫ്ലിഷയ്ക്കും നിങ്ങൾ കണ്ടു ഞാൻ ഇന്നലെ ഇരുന്ന് പഠിച്ചത്. ഞാൻ അതിന് മുന്നേ വലിയതായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പഠിക്കാനിരുന്നാലും പിന്നെയും പഠിച്ച് തന്നെ നോക്കാന്നല്ലാണ്ട് ഞാൻ ആകെ 2 ക്രങ്ക് ഹൈറ്റ് മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെ ഒന്നും പഠിച്ചില്ല. എർണേറിങ്ങോ കാര്യങ്ങളോ ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് ഒന്ന് മറിച്ച് നോക്കി. ജസ്റ്റ് നമ്മൾ ഈ എന്താ പറയുക ക്ലാസ്സിൽ നമ്മുടെ നാട്ടിലൊക്കെ ക്ലാസ്സസിന് പോണതിന് മുന്നേ ഒന്ന് അരിച്ചു പറക്കിയല്ലോ നോക്കില്ലേ, ആ അവസ്ഥയിലെല്ലാം നോക്കിയിട്ടായിരുന്നു പോയത്. രാവിലെ ഞങ്ങളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഞാനും ലുക്കേമിയും ഒക്കെ പോയി, ഞങ്ങൾ ഫ്രണ്ട്സ് കൂടി പോയി. അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഡിസ്കഷൻ ചെയ്തു. ഇതാണത്, ഇതാണിത്, ഇതാണത് എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ എന്താണോ എക്സാംസിൻ്റെ ടൈമിൽ കാണിക്കുന്ന ആ സെയിം സംഭവം ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ എക്സാമിന് കയറാൻ വേണ്ടി പോയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ എൻ്റെ ഈ സംഭവങ്ങൾ കംപ്ലീറ്റ്, അതായത് ഈ പൗച്ച് കംപ്ലീറ്റ് ഇവിടെ വെച്ചിട്ടാണ് പോയത്. പേനൊന്നും എടുത്തിട്ടില്ല. അന്നേരം എനിക്ക് പേന തന്നു.
പിന്നെ അവിടെ നമുക്ക് ടെപെക്സ് യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെ വാച്ചും ഫോണും ഇതെല്ലാം നമ്മൾ മാറ്റി വെക്കണം. അതുപോലെ പൗച്ച് കൊണ്ടുപോകാൻ പറ്റില്ല, പൗച്ചിൽ നിന്ന് നമുക്ക് പേന മാത്രം ഇങ്ങനെ എടുത്ത് ടേബിളിൽ വെക്കാനേ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പാലിച്ചു. ലൈക്ക് ഈ മറ്റേ നീറ്റിൻ്റെ എക്സാം എഴുതാൻ പോകില്ല, അതുപോലെയൊക്കെ തന്നെ. എന്നിട്ട് കയറി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുഴപ്പമില്ല, എല്ലാം അറിയാവുന്ന കേസസൊക്കെ തന്നെയായിരുന്നു. അതായത് നമുക്ക് ആൻസർ കറക്റ്റ് അറിയില്ലെങ്കിലും നമുക്ക് മെയ്ഡ് ചെയ്ത് എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത്യാവശ്യം അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ, ലൈക്ക് ഇത് എന്ത് അസുഖമാണ്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് വരുന്നത്, ഇത് വന്നിട്ടുണ്ട് എന്ത് ചെയ്യാന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അതിൻ്റെ വലിയ കറക്റ്റ് ഡോഷൊന്നും അറിയില്ലെന്നുണ്ടെങ്കിൽ, നമുക്ക് ഡോഷ് അറിയാവുന്ന മനുഷ്യരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. സോ അതിൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ എല്ലാ ഉത്തരവും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു 80% മാർക്ക് എനിക്ക് കൺഫേം ആണ്. പിന്നെ ബാക്കി നോക്കുന്ന ടീച്ചറിനെ അനുസരിച്ചിട്ടിരിക്കും. കാരണം പല ടീച്ചേഴ്സും പല രീതിയിലാണല്ലോ മാർക്ക് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും. അതല്ലാണ്ട് പാസ്സാവുന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷേ അയൻസ് കിട്ടാൻ ചാൻസ് കുറവാണ്. അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സ്വയോ ദ്രയോ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതിനുള്ളതങ്ങാണ്ട് എഴുതി വെച്ചിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പലപ്പോഴും അയൻസ് പ്രതീക്ഷിച്ച സ്ഥാനത്തൊക്കെ എനിക്ക് സ്വയം ദ്രയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദ്രയ കിട്ടുള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്നിടത്ത് എനിക്ക് അയൻസ് കിട്ടിയിട്ടുണ്ട്. സോ ഡിപ്പെൻസ്, സ്ട്രിക്ട്ലിഷായിട്ട് ഡിപ്പെൻസ് ആണ് ആ ടീച്ചർ നോക്കുന്നത് പോലെ ഒക്കെ ഇരിക്കും. നല്ല മൈൻഡോടുകൂടിയാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ചതി നടന്നു. അതായത് ഇതിന് മുന്നേ എൻ്റെ ക്ലാസ്സിലൊരു പെങ്കൊച്ചുണ്ട്, എപ്പോഴും കോപ്പി അടിക്കുന്നത്. ആൾ എൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു ഇരുന്നുകൊണ്ടിരുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ ഫോൺ കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവളായിരുന്നു ഫോൺ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ. ഞാൻ ഇങ്ങേറ്റത്തും ആ കൊച്ചു അങ്ങേറ്റത്തായിരുന്നു. അതുകൊണ്ട് ഞാൻ കണ്ടില്ല, അല്ലെങ്കിൽ ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തേനെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ അത്ര സാധനമാണെന്ന്. അതുകൊണ്ടല്ല കേട്ടോ, നമ്മളും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പോകുന്നതല്ലേ. സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ എക്സാം ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി ഞങ്ങൾ വെളിയിൽ നിന്നിങ്ങനെ ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ഒത്തിരി പിള്ളേർ ക്ലാസ്സിലുള്ളവർ വന്നിട്ട് പറഞ്ഞു, ഇന്ന കുട്ടി കോപ്പി അടിച്ചു. ആ കൊച്ച് 2 ഫോൺ കൊണ്ടുവന്നു. ഒരു ഫോൺ അവിടെ വെച്ചിട്ട് ഒരു ഫോൺ താഴെ വെച്ച് ആ കൊച്ച് കോപ്പി അടിച്ചു. അത് നടക്കില്ല, ഇതെന്താ അങ്ങനെ മറ്റെന്നാ മറിച്ച് എന്നുള്ള രീതിയിൽ സംസാരിച്ചു. കൊച്ച് വെളിനാട്ടുകാരിയാണ്, വേറൊരു രാജ്യത്തു നിന്ന് വരുന്ന കൊച്ചാണ്. അപ്പോൾ ജർമ്മൻ്റെ അതേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം കോപ്പി അടിച്ചത്, നമുക്ക് അറിഞ്ഞുകൂടാ. ആൻഡ് ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ കണ്ടാർന്നി പറഞ്ഞു കൊടുത്തതെന്ന് പറഞ്ഞതെന്ന് പറയാം. ഞാൻ ഇന്നലെ കിടന്നുറങ്ങിയപ്പോൾ 2 മണിയായി. അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് പഠിച്ചിട്ട് ഈസിലി വന്ന് കോപ്പി അടിച്ച് മാർക്ക് വാങ്ങാന്ന് പറഞ്ഞാൽ അത് ഒരുമാതിരി മറ്റടുത്ത പരിപാടിയാണല്ലോ. ആൻഡ് അതുപോലെ തന്നെ എത്ര പിള്ളേർ ഇവിടെ പഠിക്കുന്ന എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. ഫാമിലി ആയിട്ട് താമസിക്കുന്നവരുണ്ട്, കുഞ്ഞു പിള്ളേരുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് വരുന്നതല്ലേ. ജർമ്മൻസ് ആണെങ്കിലും ഔസ്ലൻഡേഴ്സ് ആണെങ്കിലും വേറെ പിള്ളേരുടെ വിയറ്റ്നാമീസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളൂ. ഇപ്പോൾ എന്നെ തന്നെ എടുത്താൽ ഞാനിവിടെ ജനിച്ചു വളർന്നോ കാര്യങ്ങളൊന്നും അല്ലല്ലോ, എനിക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ജർമ്മൻ കുറച്ച് അറിയാമെന്നുള്ള കുറച്ച് ഒരു ഇതെടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവരെ പോലെ തന്നെയല്ലേ പഠിക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഏകദേശം ഇതായിരിക്കുമല്ലോ. നമ്മൾ സമയമെടുത്ത് പഠിക്കുന്നു, ആ പിള്ളേർ സമയമെടുത്ത് പഠിക്കുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുണ്ട്. എന്നിട്ട് ടീച്ചറിൻ്റെ അടുത്ത് പോയി പറഞ്ഞു കൊടുത്തപ്പോൾ ടീച്ചർ പറഞ്ഞു, ഞാൻ കണ്ടില്ല, പക്ഷേ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കൊച്ചു കോപ്പി ചെയ്തിപ്പോയി, നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ലായിരുന്നു ടീച്ചർ ചോദിച്ചത്. അങ്ങനെയൊക്കെ ആയിരുന്നു ചെറിയൊരു എക്സാമിൻ്റെ റിവ്യൂ. ആൻഡ് അങ്ങനെ സെക്കൻഡ് ഇയർ തീരാറാവുന്നു. ഏകദേശം ഇനി ജൂലൈ എൻഡോടുകൂടി സെക്കൻഡ് ഇയർ തീരും. തേർഡ് ഇയറിലേക്ക് കടക്കുന്നു. ഇനി 1 വർഷം കൂടെ കഴിയാം, ഒരു കുട്ടി നേഴ്സാവും ഞാൻ. പാസ്സാവുന്നേ വിശ്വസിക്കുന്നു. ആൻഡ് സ്വിഷൻ പ്രൂഫിങ്ങും അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, അബ്സല്യൂട്ട് പ്രൂഫിങ് പോലെയൊന്നുമല്ല. എന്നാലും നമ്മുടെ സർട്ടിഫിക്കറ്റിലും കാര്യങ്ങളൊക്കെ മാർക്ക് വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യും. ഇപ്പം തന്നെ അത്യാവശ്യം ലെങ്ത് ഉണ്ട്, 20 എത്ര മിനിറ്റ് ആയി ഇപ്പം തന്നെ. അപ്പോൾ ഞാൻ എന്താണ് വേറൊരു വീഡിയോ ആയിട്ട് അതെല്ലാം ഷെയർ ചെയ്യാം.